ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ അലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇത് ഒരു പ്രാർത്ഥനയുടെ വിഷയം മാത്രമല്ല. നമ്മൾ വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് അയാളുടെ പ്രതിസന്ധി തീർക്കാൻ അയാൾ കൂടി ഒന്ന് ഇടപെടേണ്ടതുണ്ട്. വെറും ഒരു പ്രാർത്ഥന കൊണ്ട് എന്ത് ചെയ്യൂല, പൂർത്തിയാവൂല. എന്നാൽ ചില കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, പ്രാർത്ഥന കൊണ്ട് മാത്രം സമ്പൂർണമായി പരിഹരിക്കാൻ കഴിയുകയും ചെയ്യും. മൂത്ത കുട്ടികൾക്ക് ഒരു ഓവർ കെയറിങ്ങും ഓവർ കൺട്രോളും ഒരു 10 വയസ്സിൻ്റെ ഉള്ളിൽ കിട്ടും. ഈ ഓവർ കെയറിങ്ങും ഓവർ കൺട്രോളും കിട്ടുന്ന കുട്ടികൾക്ക് കോൺഫിഡൻസ് ലെവൽ വളരെ കുറവായിരിക്കും. അപ്പൊ അവര് നിൽക്കുന്ന സ്ഥലത്ത് അവര് പല കാര്യങ്ങളും വളരെ ഭയപ്പെട്ടിട്ടും ആശങ്കാജനകമായിട്ടുമാണ് കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് മിക്കവാറും ഒരു ചാഞ്ഞ് കിടക്കുന്ന മരത്തില് കയറാൻ എളുപ്പമാണല്ലോ. അതേപോലെ എന്ത് ചെയ്യും, എല്ലാ സ്ഥലത്തുനിന്നും ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വിമർശനം കിട്ടാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് കോൺഫിഡൻസ് ലെവൽ കുറവാണ്. ആളെന്ത് ചെയ്യും, നല്ല ടാലന്റഡ് ആണ്, പഠിക്കും. അധികം ഒരു ഇൻട്രോവേർഷൻ ഉള്ള ആളുകൾക്കാണ് കൂടുതൽ എന്ത് ചെയ്യുക, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുക. അഥവാ ഉൾവലിഞ്ഞ സ്വഭാവമുള്ള ആളുകൾക്ക് അങ്ങനെ ആവാൻ കാരണം നമ്മളെ 10 വയസ്സ് വരെ നമ്മൾ കൊടുത്ത കോച്ചിങ്ങിനനുസരിച്ചാണ് കുട്ടികൾ ഇൻട്രോവേർട്ടും എക്സ്ട്രോവേർട്ടും ഒക്കെ ആവുക. പുറത്തേക്ക് സംസാരിക്കുന്ന ആളുകളും ഉള്ളിൽ ചിന്തിക്കുന്ന ആളുകളും ആകാം. അപ്പൊ ഈ ചിന്തിച്ചു കൂട്ടുന്ന ഒരു ഓവർ തിങ്കിങ്ങിന്റെ സ്വഭാവം കോൺഫിഡൻസ് ലെവല്, ആത്മവിശ്വാസം കുറഞ്ഞുണ്ടാവും. അതേപോലെ സെൽഫ് എസ്റ്റീം കുറയും, അഥവാ സ്വയം മതിപ്പില്ലായ്മ. അങ്ങനെ ഉണ്ടെങ്കിലും ഈ പ്രവർത്തനങ്ങളിലെ അബദ്ധങ്ങൾ വരാനും ഇങ്ങനെ ഉപദേശം സ്വീകരിക്കേണ്ടി വരാനും ഒക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ അത് ആ കുട്ടിയിൽ നിന്ന് അതിൻ്റെ പരിഹാരം ശരിക്കും ആരംഭിക്കേണ്ടതാണ്. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും അവിടെ റെഡിയാകുമ്പോൾ ഈ ടാങ്കിന്റെ വാൽവ് പൂട്ടാതെ പൈപ്പ് ഒട്ടിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഈ പശ നിൽക്കൂല, വീണ്ടും എന്ത് ചെയ്യും, ഈ പൈപ്പ് ഊരിച്ചാടും, അത് വീണ്ടും ഒട്ടിക്കും. അപ്പൊ എവിടെ നിന്നാണോ ഈ പ്രശ്നം വരുന്നത് അതിന്റെ വേരറുക്കാതെ നമ്മൾ എത്ര പരിഹരിച്ചിട്ടും എന്ത് ചെയ്യില്ല, എവിടെ എത്തൂല. അപ്പൊ ഈ കുട്ടിക്ക് മനസ്സ് വളരെ ചെറുതായിരിക്കും. മനസ്സ് ചെറുതായാൽ പെട്ടെന്ന് ഈ ഫ്രസ്ട്രേഷൻ, ഈ ബുദ്ധിമുട്ടും അസ്വസ്ഥതയും ശരീരത്തിലേക്ക് വരും. ശരീരത്തേക്ക് വന്നാൽ അത് സ്വാഭാവികമായിട്ടും ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ദുർബലമായ മനസ്സായതുകൊണ്ട് വലിയ കാര്യമായിട്ട് അത് എടുക്കുകയും വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവും. അതിൽ നിന്ന് മാറാനുള്ള മാർഗമുണ്ട്. ആ മാർഗങ്ങൾ സ്വീകരിക്കുക വേണ്ടത്. ഇവർക്ക് എന്താ വെച്ചാൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുക, 3 ദിവസം കൊണ്ട് തീർത്താൽ മതി. അതേപോലെ അദ്കാറു സബാ അദ്കാറുൽ മസാവും അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ മുഴുവൻ ആലോചിച്ചതിന് ശേഷം ആ അനുഗ്രഹദാതാവായ അള്ളാഹുവിനോട് നേരിട്ട് സംസാരിക്കുക എന്ന് വിചാരിച്ചിട്ട് അദ്കാറു സബാ അദ്കാറുൽ മസാവും ചൊല്ലിയാൽ തന്നെ നമ്മളെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യും, തീരും. ഇതെന്ന് വെച്ചാൽ ഒരു വഴിപാടായി കഴിക്കുന്ന ആൾക്കാരുണ്ട്. അടുത്തൊരു പണിയെടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നിസ്കാരപ്പായി നീക്കാൻ വേണ്ടി ചെല്ലുന്ന ആളുകളുണ്ട്. ഇങ്ങനെ പല നിലക്കും ഈ പ്രാർത്ഥന ഉദ്ദേശത്തോടു കൂടി ചെല്ലുക. അതിൽ നിന്നൊക്കെ മാറി അള്ളാഹുവിനോട് നന്ദി ചെയ്യുക, അള്ളാഹുവിനോട് ആവശ്യപ്പെടുക. എനിക്ക് ചോദിച്ചത് തരുന്നവനാണ് അള്ളാഹു എന്നൊക്കെ ഉള്ള ഉറച്ച വിശ്വാസം കൊണ്ട് ചോദിക്കുമ്പോൾ കാര്യങ്ങൾ റെഡിയാവും. ബേജാറും വെപ്രാളവും ധൃതി ഉണ്ടായിട്ട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് എന്ത് ചെയ്യൂല, ഫലം ഉണ്ടാവില്ല. അജലത്താണ്, ധൃതിയാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതിരിക്കാനുള്ള ഒരു തടസ്സം ധൃതിയാണ്. ഏത് കാര്യത്തിലും പെട്ടെന്ന് റിസൾട്ട് കിട്ടണം എന്ന് വിചാരിക്കുമ്പോൾ ഉത്തരം നൽകപ്പെടാൻ വേഗത കുറയും. അതുകൊണ്ട് തന്നെ അവധാനതയോടുകൂടിയും പക്വതയോടുകൂടിയും പ്രാർത്ഥിച്ച് പൂർണ്ണമായും അത് ലഭിക്കുമെന്ന് വിശ്വസിക്കുമ്പോൾ മാത്രമേ കിട്ടുക. ഒരാളോട് കടം ചോദിക്കുമ്പോൾ തരാണെങ്കിൽ തരട്ടെ എന്ന് വിചാരിച്ച് കടം ചോദിച്ചാൽ അയാൾക്ക് മനസ്സിലാവും ഇത് നിർബന്ധമല്ല. കിട്ടിയേ തീരൂ എന്ന് വിചാരിച്ച് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും, കടം ലഭിക്കും. അതേപോലെ തന്നെയാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നതും. നിർബന്ധമായും കിട്ടണം എന്ന് വിചാരിച്ച് ചോദിക്കണം. പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനം ചെയ്ത നന്മകൾ എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഗുഹയിൽ അകപ്പെട്ട 3 പേർ രക്ഷപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ ഗുഹാമുഖത്ത് വന്ന കല്ല് നമ്മൾ ചെയ്ത നന്മകൾ എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യും, മാറും. രൂപത്തിൽ എന്ത് ചെയ്യുക,
പ്രാർത്ഥിച്ചാൽ മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. അള്ളാഹു അഹലം. അള്ളാഹു എന്തായാലും ആർക്കാണോ ഈ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഉള്ള ദുഃഖമുള്ളത് ആ ഉമ്മക്ക് പൂർണ്ണമായി ഒരു സ്വസ്ഥമായ അവസ്ഥയിലാവാൻ തക്ക രൂപത്തിൽ ഈ പ്രതിസന്ധികളെയെല്ലാം അള്ളാഹു തീർത്തു കൊടുക്കുമാറാകട്ടെ.